ദേവസുത സന്തതികളെ, വിശുദ്ധരെ, ദേവപുരവാസികളോടെന്നു ചേർന്നിടും. ശോഭനപുരമതിൽ രാജനോടുകൂടെ നാം, ശോഭനപുരമതിൽ രാജനോടുകൂടെ നാം മോദാൽ വസിപ്പാൻ പോകാം നമുക്ക്, മോദാൽ വസിപ്പാൻ പോകാം നമുക്ക്. ദൈവവചന ചിന്തകൾ കേൾക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ക്രിസ്തീയ വന്ദനം. ഇയ്യോബിൻ്റെ പുസ്തകം 18-ാം അധ്യായം 7-ാമത് വാക്യത്തിനുള്ളിൽ ഇങ്ങനെ ആഴമായൊരു പ്രസ്താവന രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവൻ്റെ സ്വന്തം ആലോചന അവനെ തള്ളി ഇടും എന്നുള്ളതായ വാക്കുകളാണ്. ഇയ്യോബിൻ്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ആലോചന വിട്ട് സ്വന്തം ആലോചനയ്ക്കനുസരിച്ച് താൻ കാര്യങ്ങൾ ചെയ്യുവാൻ തുടങ്ങിയതാണ് തൻ്റെ വീഴ്ചയുടെ പിന്നിലെ കാരണമെന്ന് തൻ്റെ സ്നേഹിതന്മാർ തന്നോട് പറയുന്നതായ വാക്കുകളാണ്. വിഗ്രഹങ്ങളെ ഉണ്ടാക്കിക്കൊണ്ടിരുന്നതായി അബ്രഹാമിനോട് കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് സ്വജനത്തെയും പിതൃഭവനത്തെയും വിട്ട് യാത്ര ചെയ്യുവാനായിട്ട് പറഞ്ഞ ദൈവത്തിൻ്റെ ആലോചന കേട്ട് ഇറങ്ങിത്തിരിച്ച അബ്രഹാം ഒരു തലമുറയ്ക്ക് വേണ്ടി ആഴമായി പ്രാർത്ഥിച്ചു. ആ തലമുറ തനിക്ക് ലഭിക്കാതെ വന്നപ്പോൾ തൻ്റെ ഭാര്യയായി സാറായി പറഞ്ഞതായി ആലോചന കേട്ടിട്ട് ദൈവത്തോട് ആലോചന ചോദിക്കുവാൻ മനസ്സ് കാണിക്കാതെ അവരിരുവരും തമ്മിൽ കൂടി ആലോചിച്ചെടുത്ത തീരുമാനപ്രകാരം സാറായുടെ ആലോചനയ്ക്കനുസരിച്ച് അബ്രഹാം പ്രവർത്തിച്ചപ്പോൾ അത് അബ്രഹാമിൻ്റെ ജീവിതത്തിനകത്ത് ചില നാശത്തിലേക്കും തകർച്ചയിലേക്കും അവനെ നടത്തി എന്ന് രേഖപ്പെടുത്തുന്നുണ്ട്. എന്നാൽ ഇസഹാക്കിനെ യാഗം കഴിക്കണം എന്ന് ദൈവത്തിൻ്റെ ശബ്ദം കേട്ടപ്പോൾ എങ്ങനെ ആ കാര്യങ്ങൾ ചെയ്യണമെന്ന് ദൈവത്തോട് ആലോചന ചോദിച്ചതായി അബ്രഹാമിൻ്റെ ജീവിതത്തിൽ അത് നാശത്തിലേക്ക് തന്നെ തള്ളിയിട്ടില്ല, അത് അനുഗ്രഹത്തിലേക്ക് തന്നെ നയിപ്പാനിടയായിത്തീർന്നു എന്ന് വിശുദ്ധ ബൈബിൾ വ്യക്തമാക്കുകയാണ്. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 14-ാം അധ്യായം 14-ാമത് വാക്യമൊക്കെ വായിക്കുമ്പോൾ ഓരോരുത്തരും അവരവരുടെ ചിന്തയ്ക്കനുസരിച്ച് ആലോചനകൾ പറയുകയും കേട്ട ശബ്ദം ദൈവത്തിൻ്റെ ശബ്ദമാണോ മനുഷ്യൻ്റെ ആലോചനയാണോ എന്ന് തിരിച്ചറിയാൻ കഴിയാതെ ഒരുപറ്റം ആളുകൾ ആ ആലോചന ദൈവാലോചന എന്ന് ചിന്തിച്ച് മുൻപോട്ട് പോകുവാനിടയായി അതവരുടെ ജീവിതത്തിൽ നാശത്തിന് കാരണമായി തീർന്നു എന്നും രേഖപ്പെടുത്തപ്പെടുന്നുണ്ട്. ഇവിടെ ബിൽദാദ് ഇയ്യോബിനോട് പറയുന്നതും നിന്റെ നാശത്തിൻ്റെ പിന്നിലെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ നീ ദൈവത്തോട് ആലോചന ചോദിക്കേണ്ടതിന് പകരം സ്വന്തം ആലോചനയ്ക്കനുസരിച്ച് ജീവിച്ചതാണ് എന്ന് പറയുമ്പോൾ ഭക്തന് പറയാനൊരു പദമുണ്ട്. അത് നിന്റെ വാക്കുകളും നിന്റെ കാഴ്ചപ്പാടുകളുമാണ്. ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ ദൈവത്തിൻ്റെ ആലോചനയ്ക്കാണ് ജീവിക്കുന്നതെന്ന് പറയുന്ന വാക്കുകളാണ്. മനുഷ്യൻ്റെ ആലോചനയ്ക്കും സ്വന്തം ആലോചനയ്ക്കും അനുസരിച്ച് നാം ജീവിച്ചാൽ നമ്മൾക്ക് തകർച്ചയും വീഴ്ചയും സംഭവിക്കുമെന്നും ദൈവത്തിൻ്റെ ആലോചനയ്ക്ക് നാം ജീവിക്കുന്നു എങ്കിൽ കഷ്ടത നമ്മുടെ മുൻപിലൂടെ, നാശം നമ്മുടെ മുൻപിലൂടെ കടന്നു വന്നാലും അവസാനത്തിങ്കൽ ദൈവത്തിൻ്റെ അത്ഭുതത്തിൻ്റെ കരം കാണുവാൻ കഴിയുമെന്നും തിരിച്ചറിഞ്ഞുകൊണ്ട് ദൈവത്തിൻ്റെ ആലോചനയ്ക്ക് നാം നമ്മെ തന്നെ കീഴ്പ്പെടുത്തുന്നവരും ആ തലത്തിൽ ജീവിക്കുന്നവരുമായി തീരുവാൻ നമുക്ക് ഉത്സാഹിക്കാം.
അതിന് ദൈവം എന്നെ കേൾക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും കൃപ നൽകട്ടെ. കരുണയുള്ള ദൈവമേ, നല്ല കർത്താവേ, സ്വന്തം ആലോചനയ്ക്കനുസരിച്ചോ മനുഷ്യന്റെ ആലോചനയ്ക്കനുസരിച്ചോ ജീവിക്കുന്നവരായിട്ടല്ല, ദൈവത്തിന്റെ ആലോചനയ്ക്കനുസരിച്ച് ജീവിക്കുന്നവരായി തീരുവാൻ ഞങ്ങളെ സഹായിക്കണം. ദൈവം അത്ഭുതം ചെയ്യുന്നത് കൊണ്ട് സ്തോത്രം. യേശു കർത്താവിൻ നാമത്തിൽ തന്നെ ആമേൻ.